യെസ് യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ബിഗ് ബോസ് ടോക്ക് ആണ്. എന്താണ് വിഷയം? ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. എന്താണ് എന്തോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ഇന്നലെ കണ്ടിട്ടില്ല. ഇന്നലെ പ്രമോ കണ്ടില്ലേ? യെസ്. അതിനകത്തുണ്ടായ വിഷയങ്ങളില്ലേ, റെനയും അനുമോളും തമ്മില് അതിന്റെ ഒരു വിശകലനം. അത് കത്തിയോ? അത്യാവശ്യം. ആരാതിൽ ചാമ്പലായത് അതാണ് അറിയണ്ടേ. ചാമ്പലായത് ഇപ്പൊ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാരും ഇടപെട്ടിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെനയും അനുമോളും തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് കിച്ചണിൽ വന്ന് കിച്ചണിന്റെ മുന്നിൽ നിന്നിട്ട് അവര് പണിയെടുക്കുമ്പോ അവരെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ വിഷയം. ഓക്കെ, അത് സംഭവം ഒരു സത്യമാണ്. അവര് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ കിച്ചൺ ടീമിനാണ് പ്രശ്നം. അവരെയാണ് എല്ലാരും കൂടി ക്രൂശിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നിടത്ത് അവര് വന്നിട്ട് വെറുതെ ഓരോരുത്തർ വന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അടുക്കളന്റെ ഉള്ളിൽ കയറുന്നുണ്ട്, അതിന്റെ പുറത്ത് നേരെ പുറത്ത് രേണ ഉള്ളിലും കയറുന്നുണ്ട്. ഉള്ളിലും കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ എല്ലാരുമായിട്ടും വരുന്നുണ്ട്. ഇത് അനുമോളും റെനയും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഒരാൾ പറയുമ്പോ മറ്റേ ആളും തിരിച്ചു പറഞ്ഞ് അങ്ങനെ തന്നെ. അതായത് റെന കുറച്ച് അനുമോളോട് കുറച്ച് ഇവിടെ നിൽക്കുന്നതിന് എന്താ പ്രശ്നം, ശരിയാണ്, അവിടെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്നിട്ട് ഇവരെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ട്രിഗർ ചെയ്യുമ്പോ അനുമോള് പറയുന്നുണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ വാ കണ്ടന്റ് ഉണ്ടാക്കാം, അല്ലാത്ത സമയത്ത് വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴും റെന അങ്ങോട്ട് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. റെന ഒരു നീറാണ് ശരിക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതില് ഇങ്ങനെ കടിച്ചിങ്ങനെ പിടിച്ചു കിട്ടും. പിന്നെ അതിന്റെ ഇടയ്ക്ക് റെനയോട് അനു പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്ന ഇതായിരിക്കും നീ ഇവിടെ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും തിരിച്ച് റെന പറയുന്നുണ്ട്, മറ്റേ നിങ്ങളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച ഇതാണോ മൊണ്ണാന്ന് വിളിക്കുന്നതും ആണുങ്ങളെയൊക്കെ മൊണ്ണാന്ന് വിളിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കണ്ടേ. അവിടെ ആരാ മൊണ്ണ അല്ലാത്തത്? ആകെ 2-3 പേരുള്ളൂ. ഞങ്ങളും ആണുങ്ങളാ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നു. അതിനകത്തുള്ളത് ബാക്കിയല്ല. അവിടെ ആണ് കൊണ്ടൊന്നുമില്ല. മൊണ്ണകളെ മൊണ്ണാന്ന് വിളിക്കും, മൊണ്ണികളെ മൊണ്ണിന്നു. അതില് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരിത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് അനുമോളെ ചപ്പാത്തി കള്ളിന്ന് വിളിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ബാക്കിയൊക്കെ ഓക്കെ, അവര് സംസാരിച്ചോട്ടെ, അവര് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, കണ്ടന്റും വേണം. അത് ചിലരുണ്ട് എങ്ങനെയാണെന്നറിയോ, അതായത് ലാസ്റ്റ് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ കൊഞ്ചനം കാട്ടുക എന്ന് പറഞ്ഞ സാധനം, അതായത് ലാസ്റ്റ് എടുത്തിരുന്ന സാധനമാണത് ചപ്പാത്തി. അത് ഇന്നലെ പറഞ്ഞു തീർന്ന സാധനമാണ്. അത് എല്ലാവർക്കും മനസ്സിലായതാണ്. അവിടെ അനുമോളല്ല അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അനുമോളെ അത് വിളിക്കുന്നത് വളരെ മോശം തന്നെയാണ്. ട്രിഗർ ചെയ്യാൻ, ദേഷ്യപ്പെടുത്താൻ, അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. പിന്നെ അതിനുശേഷം അകത്തോട്ട് കയറി വന്നിട്ട് അനുമോളും നിൽക്കുമ്പോ അനുമോളെ അടുത്ത് വീണ്ടും വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റെന. അപ്പൊ ശാരിക ഇടപെടുന്നുണ്ട്. ശാരിക കെ ബി ഇടപെടുന്നുണ്ട്. ശാരികയായിട്ടും റെന കോർക്കുന്നുണ്ട്. അപ്പാനി ശരത്തുമായിട്ട് കോർക്കുന്നുണ്ട്. അപ്പാനി ശരത്താണ് ക്യാപ്റ്റൻ എന്ന് തോന്നുന്നു കിച്ചണിൽ. അപ്പം ആള് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങി നിൽക്ക്, നീ നിന്റെ പണി നോക്ക്, പണി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ. പക്ഷെ ആള് അടങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു അതാ ഞാൻ നേരത്തെ പറഞ്ഞ നീറൊക്കെ, നമ്മളെ നീറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മളിങ്ങനെ പറിച്ചെടുത്താലേ ആ സാധനം പറഞ്ഞു പോവുള്ളൂ, അല്ലാണ്ട് തട്ടിയാലൊന്നും പോകൂല. പിന്നെ സ്മെല്ലും ഉണ്ടാവും, ഒരു പുളിച്ചൊരു സ്മെല്ല് കുത്തി കയറുന്നല്ലോ, സിട്രിക് ആസിഡ്. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പം ഈ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് റെന. അത് പിടിച്ചിട്ട് റെനയും സിട്രിക് ആസിഡ് ആണോ നാരങ്ങയുടെ സെയിം ആസിഡാണ്. അല്ല, ഫോർമിക് അല്ലേ? പുളി ഫോർമിക് അല്ല. അല്ല, പുളിയിലുണ്ടാകുന്ന സിട്രിക് ആസിഡാ. ഞാൻ PSC പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പുളിയുറമ്പിൽ സിട്രിക് ആസിഡാ ആണല്ലേ? അതൊന്ന് ഉത്തരം തരണേ. തീർച്ചയായിട്ടും തരണം. ഇപ്പൊ ആരാ ഇതിനകത്ത്? ഇതിപ്പോ നമ്മള് തമ്മില് ബിഗ് ബോസ് പുറത്ത് കളിക്കുമല്ലോ. എന്നിട്ട് അപ്പൊ അതിനുശേഷം അക്ബർ വരുന്നു, ആര്യൻ വരുന്നു. ആര്യൻ ക്യാപ്റ്റൻ ആണല്ലോ. അവരെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു കുറച്ച് സത്യമാണ്. അവരവിടെ നിന്നിട്ട് പുറത്തുനിന്ന് പറയുന്നതിന് ഓക്കെ, അവര് പുറത്തുനിന്ന് സംസാരിച്ചോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ ഈ പണിയെടുക്കുന്ന ടൈം എന്നുള്ളത് പോയിന്റാണ്. അത് ഇല്ലാണ്ടാക്കുക, അല്ലെ ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാല് അത് മറ്റുള്ളവർക്കും കൂടി ഇത് പോണ പ്രശ്നമാണ്. പിന്നെ അതിനുശേഷം ഉണ്ടായ പ്രശ്നം ഫോർമിക് ആസിഡ്. എന്താണ് അറിയാ? ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് ആണ്. ഓക്കെ, ശരി. അപ്പൊ സിട്രിക് ആസിഡ് അല്ല. അത് ഇനി ഈ 2 ആസിഡ് ഒന്നാണോ? അല്ല, വേറെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും
ഞാൻ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചായതുകൊണ്ടാട്ടോ ചിലപ്പോ മാറി പോയിട്ടുണ്ടാവും. വിട്ടുകളാ, തെറ്റ് പറ്റിയ ഒരു ക്ഷമ ചോദിച്ചാൽ പോലെ തീർന്നില്ലേ. മറ്റേ ദൈവികമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് അതായത് കണ്ടന്റിന്ന് വഴി മാറിപ്പോയി. കണ്ടന്റിലേക്ക് വരണം. എന്തായിരുന്നു കണ്ടന്റ്? അനുമോളും എന്താണെങ്കിലും വൻ പ്രശ്നമായിരുന്നു ആ ഒരു സംഭവം കേട്ടോ. അതിനകത്ത് അനുമോൾക്കെതിരെ ഒരു ഗ്യാങ് തിരിഞ്ഞു. അതായത് റെന, ആര്യൻ, പിന്നെ അക്ബർ, പിന്നെ നെവിനോട് ശാരിക ഒരു 5-8 പ്രാവശ്യം പറഞ്ഞു നീ എവിടേക്കും ഒരു സ്ഥലത്ത് ഉറച്ചു വെക്കും. ടീമാണ് ഇവരാണെങ്കിൽ രാവിലെ പ്ലാൻ ചെയ്തതാണ്. അതായത് ഈ നെവിനുമായിട്ട് ഇവരൊക്കെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവര് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നമ്മള് കിച്ചണിൽ ഉണ്ടാവുമ്പോ അത് ഓക്കെ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവും, അടിയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ തന്നെ അതവിടെ സോൾവ് ചെയ്യണം. വേറൊരാള് പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഇടപെടാൻ സമ്മതിക്കരുതെന്ന് ഇവരെല്ലാരും കൂടി ഇന്ന് തീരുമാനിച്ച ആൾക്കാര് പുറത്തിറങ്ങിയിട്ട് നെവിൻ ഫുള്ള് റെനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അത് ഞാൻ അപ്പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നെവിൻ അപ്പുറത്തും പറയുന്നുണ്ട് ഇപ്പുറത്തും പറയുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നത് റെന കളി മാറ്റാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. സംഭവം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് അനുമോൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയിലാണ് അനുമോൾക്കെതിരെ തിരിയുന്നെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇവർ എടുത്തെടുത്ത് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അനുമോളുടെ വിചാരം അനുമോൾക്ക് ഭയങ്കര ഫാൻസ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട്. അതിന്റെ അഹങ്കാരമാണ് അനുമോൾക്ക് എന്നുള്ളതൊക്കെയാണ് ഇവര് പറയുന്നത്. ഇപ്പൊ അനുമോൾ ഇത് അറിയുന്നുണ്ടോന്ന് നമുക്ക് അറിഞ്ഞൂടാ. അനുമോൾക്ക് നല്ല ഫാൻസാ പുറത്ത്. അനുമോൾ അതിനുള്ളിൽ നിന്ന് ഇത് അറിയണ്ടോന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താണെങ്കിലും ഇവര് പറയുന്ന ആ ഒരു കാര്യം സത്യമാണ്, ഫാൻസ് ഉണ്ട്. എന്താണെങ്കിലും ഇത് തന്നെയായിരുന്നു, ഇതായിരുന്നു ഇന്നത്തെ ആ ഒരു മെയിൻ സംഭവം. പിന്നെ അഭിലാഷും ഷാനവാസൊക്കെ അതിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നറിയോ, അത് അപ്പാനിശരത്ത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് കിച്ചന്റെ അവിടുന്ന് മാറി പുറത്തോട്ട് വന്നിരുന്നപ്പം അഭിലാഷ് വന്നിട്ട് പറഞ്ഞു. അഭിലാഷ് അത് നമ്മുടെ ഷാനവാസിനോടും ഒനിയിലും ഒക്കെ ഇരിക്കുമ്പോ അവരോടാണ് പറയുന്നത്, അഭിനയവും സിനിമയിലെ അഭിനയവും പുറത്ത് മറ്റൊരാള് അഭിനയിക്കുന്നതും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം എന്നുള്ള സാധനം പറഞ്ഞു. അത് നാടകത്തിനെ കുറ്റം പറഞ്ഞു, അഭിനയിക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പാനിശരത്ത് അഭിലാഷുമായിട്ട് കോർത്തു. അപ്പം ഷാനവാസ് പറഞ്ഞു എല്ലാരും അഭിനയിക്കുന്ന, ഞാൻ അഭിനയിക്കുന്നതാണ്. അഭിലാഷ് പറയുന്നുണ്ട് ഞാനും അഭിനയിക്കുന്ന ആളാണ്, അല്ലാണ്ട് ഒരു നടനെ കുറിച്ചോ അല്ലെങ്കിൽ നാടകത്തെ കുറിച്ചോ ഒന്നുമല്ല അവര് പറഞ്ഞിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. സംഭവം എപ്പോഴും ഇതിനു മുൻപും അപ്പാനിശരത്ത് എടുത്തിരുന്ന സംഭവമാണത്. നീ ഓർഡിനറി മാൻ അല്ലെങ്കിൽ കോമൺ മാൻ ആണെങ്കിൽ ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, അതിലെന്തോ വലിയ ആന ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബിഗ് ബോസിന് ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഒരു തേങ്ങയില്ല, എല്ലാരും ഒരേപോലെ. അതിനിപ്പോ പുറത്താണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളൂ. അത് വേറെ സത്യം. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിവുള്ള അത് ഇപ്പൊ വേറെ കഴിവുള്ളത് ഇപ്പൊ കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്യാനുള്ള കഴിവ്. ഇപ്പൊ ആർട്ടിസ്റ്റിന് പോയിട്ട് കളക്ടർ പണി എടുക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ പണിയുണ്ട്. അതിലെല്ലാത്തിലും അഭിമാനിക്കാനുള്ള അഭിമാനിക്കാനുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ആ സമയത്ത് ഷാനവാസ് തന്നെ ഇടപെടുന്നുണ്ട്. ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അതെ, അഭിലാഷിന് വേണ്ടി. മറ്റൊരു കാര്യം കൂടി ഷാനവാസിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് ഇവര് തമ്മിൽ റെന ഫാത്തിമയും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ നടന്ന എല്ലാരും ഉള്ള സമയത്ത് ഒനിയിൽ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഒനിയിലിനെ ഷാനവാസ് ഇങ്ങനെ കൈകൊണ്ട് വിളിച്ചിട്ട് മാറ്റി വിളിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. പല ആൾക്കാരും ഉണ്ട് എന്താ സംഭവം എന്ന് പോലും അറിയാണ്ട് ഇടയിൽ കൂടി വന്ന് സംസാരിക്കുന്ന ആൾക്കാർ. അതെ, ചാടി വന്ന് മുഖത്തടിക്കും, എന്നിട്ട് പറയും എന്താ എന്ന് പറയുന്ന സാധനമാണ് അത്. അതായത് നമ്മൾ അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല, അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് നല്ല ഡീസന്റ് ആയിട്ട് ഷാനവാസ് അത് ചെയ്തിട്ടുണ്ട്. അത് ഷാനവാസ് കേൾക്കുന്ന കാര്യം ഇതായിരുന്നു, അപ്പാനിശരത്തും അഭിലാഷും തമ്മിലുള്ള ഇഷ്യൂ. അത് കേട്ടിട്ടുണ്ട്, അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയം പിന്നെ തോന്നിയൊരു സാധനമാണ്. അതായത് അഭിലാഷും ഒണിയിലും പിന്നെ ഷാനവാസും പുറത്തുണ്ടായിരുന്നു. പുറത്തിരുന്നിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ഗ്രൂപ്പ് നമുക്ക് പൊളിക്കണം എന്നുള്ളത്. അതായത് അപ്പാനിശരത്തും അക്ബറും തമ്മിലുള്ള. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഹിന്റ് ഇട്ട് കൊടുത്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അഭിലാഷ് പറഞ്ഞത്, അതായത് അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കണം, അതുപോലെ തന്നെ കൂടെ നിന്ന് അഭിനയിക്കുന്നവരെ മനസ്സിലാക്കണം എന്നുള്ളൊരു സാധനം. അതായത്
ഈ ഇന്ന് ചെറിയൊരു സാധനം ഞാൻ കണ്ടതാണ്. അതായത് അക്ബർ ഇങ്ങനെ പറയുന്ന ഒരു സാധനം, അതായത് അപ്പാനീന്റെ കളി പൊളിക്കണം എന്നുള്ള രീതിയിലൊരു സാധനം. അതെ. അപ്പൊ ഇവര് കൂടെ നിന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളി തുടങ്ങിയോ എന്നുള്ള അപ്പാനി ശരത്ത് വളരെ ജെനുവിനാണ് അക്ബറിന്റെ ഫ്രണ്ട്ഷിപ്പില്, ഭയങ്കര ജെനുവിൻ. പക്ഷെ അക്ബറിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അത് പല സമയത്ത് നമുക്ക് കാണാം. അതായത് അക്ബറിന് അത് പൊളിക്കും വേണം. കാരണം അത് നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു റിവ്യൂല് പറഞ്ഞതുമാണ്. ഏത് ജിസൈലിനെ സപ്പോർട്ട് ചെയ്ത് ജിസൈലിന് സ്റ്റാർ കൊടുക്കുന്നതിന്റെ കാരണം തന്നെ അതാ, ചെറിയ കുഴിയിൽ നിന്ന് പോയിട്ട് വലിയ കുഴിയിലേക്ക് വീഴുന്നു. അതെ, അത് നമ്മൾ പറഞ്ഞ അതാ. അതായത് അക്ബറിന്റെ ഉദ്ദേശം ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി ഞാൻ നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളും വലിയ ഗ്രൂപ്പിലേക്കാണ് ആള് പോയത്. ഈ അപ്പാനി ശരത്ത് പക്ഷെ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ആരെ കാണുന്നത്, അക്ബറിനെ കാണുന്നത്. കാരണം ആ സമയത്ത് പോലും സ്റ്റാർ കൊണ്ടുപോയി അക്ബറിനാണ് ആര് കൊടുത്തത്, അപ്പാനി ശരത്ത് കൊടുത്തത്. അത് നമുക്ക് ഫീൽ ചെയ്യും. അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് അപ്പാനിക്കുള്ള ഒരു സ്നേഹം കേട്ടോ. അതെ അതെ അതെ. അക്ബറിന് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആള് പക്ക ഗെയിമാണ് കളിക്കുന്നത്. ആള് എവിടെയാണോ നിക്കേണ്ടത് അതിനനുസരിച്ച് ആള് പോണത്. അതിന് ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്നലെ രാത്രി കാണിച്ച ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതായത് കലാഭവൻ സരിക പറഞ്ഞു കൊടുക്കുകയാണ് ശൈത്യയോട്, നമ്മുടെ കൂട്ടത്തിലേക്ക് വാ, നിനക്ക് ചിരിച്ച് ചാവാ, അക്ബറിന്റെ ഒക്കെ കോമഡിയാണ്, ആരും കുറ്റം പറയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അടുത്ത ഷോട്ട് കാണിക്കുന്നത് ഇങ്ങനെ പോയി അവിടെ ഇരുന്നിട്ട് അനുമോള് ഇരുന്ന് കുറ്റം പറയാം. അതെ, എല്ലാരെയും. അപ്പൊ ആള് പറയാണ് അനുമോൾ എന്തൊരു ഫേക്കാണ്, അതാണ് ഇതാണെന്ന് പറയുന്നു. എന്നിട്ട് ലാസ്റ്റ് പറയാണ് രേണുക്ക് അങ്ങനെ നോക്കുമ്പോ എത്ര ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്, രേണു അവിടെ ഉണ്ട് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതെ, എന്തിനാണ് രേണുവിനെ പറയുന്നത്? രേണു ക്വാളിറ്റി ഉണ്ട് എന്ന് കരുതിയിട്ടല്ല. ആള് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് ആകെ അത് ഇഷ്യൂ ആക്കിയത് രേണുവിനെതിരായിരുന്നു. അപ്പൊ ഭയങ്കര നെഗറ്റീവ് വരും എന്നുള്ള അറിയാം. അപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ വരണം, അതിനാണുള്ള ആ കളി. ഇതൊന്നും ആ ആൾക്ക് മനസ്സിലാവുന്നില്ല. ആർക്ക്? അപ്പാനി ശരത്തിന്. അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ അഭിലാഷ് അത് ഇട്ട് കൊടുത്തിട്ടും എനിക്ക് തോന്നിയത് കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തതാണ് അത് കണ്ടപ്പോ. അതായത് ഇവര് 3 പേരും കൂടിയാണ് അവിടെ ഇരുന്ന് പറയുന്നതും, ഒനിയിലും ഷാനവാസും അഭിലാഷും കൂടി നിൽക്കുമ്പോഴാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നി ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഈ നേരിട്ട് അപ്പാനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാനിക്ക് ഒട്ടും മനസ്സിലാവില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ നേരിട്ടടാ ഇത് ഇങ്ങനെ ഗ്രൂപ്പായി കളിക്കല്ലേ എന്ന് പറഞ്ഞാലും അപ്പാനി പറയും ഞങ്ങള് ഗ്രൂപ്പ് അല്ലെന്നേ പറയുള്ളൂ. അത് അങ്ങനത്തെ ആ ഒരു ആളത്രയും ജെന്യൂൻ ആയതുകൊണ്ട് തന്നെയാണ്. അത് അങ്ങനെ ആവുന്നില്ല എന്ന് ആള് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ആൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായാലും അക്ബർ കൂടെ നിന്ന് വാരുന്നുണ്ട്, അല്ലെങ്കിൽ വാരാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നടന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ നോമിനേഷൻ ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു. ബിഗ് ബോസ് വിളിച്ച് അനൗൺസ് ചെയ്തതൊക്കെ അത് കുറച്ച് കാര്യങ്ങൾ പറയാം. ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു, കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാം അടുത്ത വീഡിയോ.